ഒരു വ്യക്തിക്ക് രണ്ടു തരം ജീവിതമാണ് ഇവിടെ സാധ്യമാകുന്നത്. ജഗത്തിന്റെ വസ്തുസ്ഥിതി മനസ്സിലാക്കി പരമലക്ഷ്യം നിശ്ചയിച്ചുറപ്പിച്ച് അത് നേടാനായി യജ്ഞരൂപത്തിൽ കർമ്മം ചെയ്ത് ജീവിതം നയിക്കുന്നതാണ് ഒരു തരം ജീവിതമാർഗം. ഈ ജീവിതഗതിയിൽ കർമ്മം ചെയ്ത് മുന്നോട്ട് നീങ്ങുന്തോറും വസ്തുബോധം തെളിഞ്ഞ് ആനന്ദ സ്വരൂപമായ ലക്ഷ്യത്തോടടുക്കുകയും കർമ്മവാസനകൾ ഒടുങ്ങി ജീവിതം ധന്യമാകുന്നതായും അനുഭവിക്കാം. ജഗത്തിന്റെ വസ്തുസ്ഥിതി ധരിക്കാതെ ജഡദൃശ്യങ്ങളെ സത്യമാണെന്ന് ഭ്രമിച്ച് നിശ്ചിതമായ ഒരു ലക്ഷ്യവും മുന്നിൽ കാണാതെ സ്വാർത്ഥലാഭത്തിന് വേണ്ടി മാത്രം കർമ്മം ചെയ്ത് ജീവിക്കുന്നതാണ് മറ്റൊരു ജീവിതമാർഗം. ഈ ജീവിതഗതിയിൽ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുന്തോറും സത്യത്തിൽ നിന്നും അകന്നകന്ന് കർമ്മവാസനകൾ കൂടിക്കൂടി ഇന്ദ്രിയങ്ങൾക്ക് ഒരു തൃപ്തിയും വരാതെ ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന പരാജയ ബോധത്തോടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. കർമ്മവാസനകളെ വർദ്ധിപ്പിക്കുന്നതിനെയാണ് ഭഗവാൻ പാപായുസ് എന്ന് ചിത്രീകരിക്കുന്നത്. വിഷയങ്ങളെ അനുഭവിക്കും തോറും അസംതൃപ്തി കൂടി വരുന്ന ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കുന്നവന്റെ ദുർഗതിയെ ധ്വനിപ്പിക്കുന്ന പദമാണ് ഇന്ദ്രിയാരാമഹ എന്നത്. അങ്ങനെയുള്ളവർക്ക് അവസാനം തികഞ്ഞ പരാജയബോധം ബാക്കി നിൽക്കും എന്നുള്ളത് കൊണ്ടും ഇനിയും നീചജന്മങ്ങൾ വേണ്ടിവരും എന്നുള്ളത് കൊണ്ടുമാണ് ഭഗവാൻ ഇവരുടെ ജീവിതം നിഷ്പ്രയോജനമായി തീരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്.